ആഗ്രഹം പായസം കുടിക്കാനായിട്ട്. ഇനിയിപ്പോൾ പായസം കുടിച്ചില്ലെങ്കിൽ ചിലപ്പോൾ മരിച്ചു പോകും. അത്രയ്ക്ക് കുതിയായിട്ടില്ല. അപ്പം നമുക്ക് പെട്ടെന്നൊരു പായസം ഉണ്ടാക്കാം. അപ്പം നമുക്ക് എന്തായാലും പായസം ഉണ്ടാക്കണം. ഒരു ചക്ക പായസം തന്നെ ഉണ്ടാക്കാം. ചക്ക ഇവിടെ റെഡിയാണ്. പക്ഷെ നമ്മൾ ഈ ചക്ക എടുക്കുന്നില്ല. പകരം ചക്ക കുറച്ച് വിളയിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് കുറച്ചെടുത്ത് പായസം ഉണ്ടാക്കാം. ഇതിപ്പോൾ 2 ദിവസത്തിന് മുന്നേ വരട്ടി വെച്ചതാണ്. ഇങ്ങനെ ചെയ്ത് വെക്കണതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ പെട്ടെന്നുള്ള കൊതികൾക്ക് നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കാനായിട്ടൊക്കെ കൊതി വന്നിരിക്കുമ്പോൾ പകുതി പണി എളുപ്പവും. അങ്ങനെ ഒരു ഗുണമുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് വെച്ച് നമുക്കിന്ന് പായസം ഉണ്ടാക്കാം. ഇനിയിപ്പോൾ വേറെ ഒന്നുമില്ല. ഇതൊന്ന് തിളച്ച് ഒന്ന് കുറുകി വരുമ്പോൾ ആദ്യത്തെ പാല് ഒന്നാം പാല് ഒഴിക്കുക. പിന്നെ കുറച്ച് കശുവണ്ടി, ഉണക്കമുന്തിരി അതൊക്കെ ഒന്ന് നെയ്യിൽ വറുത്തിടുക. കുറച്ചൊരു മധുരം കുറവുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ശർക്കര പാനി ഒഴിച്ച് കൊടുക്കാം. നേരത്തെ ശർക്കര ഉരുക്കി ടിന്നിലാക്കി വെച്ചേക്കണം. ഇങ്ങനെയൊക്കെ ചെയ്ത് വെച്ചാൽ പെട്ടെന്ന് കടപടയുന്ന കാര്യമില്ല. അതേ ശർക്കര പാനി ഇതിലിപ്പോൾ വേണ്ട. കുറച്ച് ചക്ക ഇങ്ങനെ കാണണില്ലേ, അത് ഞാൻ വേവിക്കാത്ത ചക്കയില്ലേ അത് 2-3 ഉള്ളിലോട്ടിട്ട് ഒരു ഭംഗിക്ക് കിടക്കട്ടെ. ഇത് ഞാനൊന്ന് വറുത്തണ്ട് വരട്ടെ, ഒന്ന് നോക്കിക്കോണേ. അപ്പം നമ്മൾ പായസം ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നത് ആവേശം കൊടുക്കണം. ഇതിപ്പോൾ കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ ഇതൊന്ന് തണുപ്പ് കഴിയുമ്പോഴത്തേനും കുറച്ചും കൂടി ടൈറ്റ് ആകും. കാരണം ഇത്രയും ലൂസിൽ തന്നെ നമുക്ക് എടുക്കാം. ഇട്ട് കൊടുക്കാം. ടേസ്റ്റ് ചെയ്ത് നോക്കാം. എനിക്ക് പായസം ഇങ്ങനെ കുടിക്കുന്നത് ഇഷ്ടമല്ലെങ്കിൽ പഴമൊക്കെ ഇട്ട് കുഴച്ചതിനാണ് ഇഷ്ടം. പക്ഷേ ഇപ്പോൾ ഇവിടെ പഴവുമില്ല.